ഞാനൊരു 3 ദിവസമായി കഴിയുമ്പോഴേ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിൻ്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി. ദൈവത്തിന് മുകളിൽ വില കൊടുക്കുന്ന എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാക്കി എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിനെ ശ്രീബാലൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു. മിഷേലിൻ്റെ കേസിന് വേണ്ടി നീതി ലഭിക്കാതെ ആ കുടുംബം കയറി നടക്കുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയെന്ന് പറയാം, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസില്ല. ഇപ്പോൾ ആ മിഷേലിൻ്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവരിലേക്കാണ് ഈ കേസ്, അന്ന് മിഷേലിൻ്റെ കേസ് വിരൽ ചൂണ്ടിയത്. ഇപ്പോൾ അതൊരു സിനിമാറ്റിക് രൂപേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന്, അല്ലെ മിഷേലിൻ്റെ കുടുംബത്തിന് നീതി വേണം. ആ പയ്യനുണ്ടാകുന്ന ഒരു പ്രശ്നം, അതോടൊപ്പം കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തതിൽ വളരെ മോശമായ നിലയിലും ചിത്രീകരിക്കുന്നുണ്ട്. കേരള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇതുമില്ലാതെ ഈ സ്റ്റേഷനിൽ അടുത്ത സ്റ്റേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ്? 2 ചോദ്യമാണ്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പം അഭിലാഷ് എങ്ങനെയാണിത് ഉൾക്കൊണ്ട്? അല്ല, ആദ്യമേ തന്നെ ഇത് മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല. ഒരിക്കലും നമ്മളൊരു മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് കിടന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയില്ല എന്ന് പറയുന്നത് നടന്ന സംഭവമാണ്. അത് ആ പേരൻസ് അല്ലെ അവർക്കൊപ്പം അന്ന് ഉണ്ടായിരുന്നവർ പബ്ലിക് പുറത്ത് തന്നെ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ സിനിമയുടെ കഥയിൽ അത് ആവശ്യമായി, അതെ ആ ഉദ്യോഗസ്ഥരെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കഥയിൽ അത് ആവശ്യമായോണ്ട് വെച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, മിഷേലിൻ്റെ കേസിലെ ആ ഫാമിലി, ആ പയ്യൻ്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിൻ്റെ ബയോപിക് അല്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത്. നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം എന്ന് റിയൽ ഇൻസിഡൻസ് വെക്കുന്നത്. പിന്നെ കേരള പോലീസിന് ഒരിക്കലും ഈ സിനിമയെ മോശമായിട്ട് ചിത്രീകരിച്ചേക്കല്ല. കേരള പോലീസിൽ അങ്ങനെയാണ് ഇതിലെ സൈജു കുറുപ്പിൻ്റെ കഥാപാത്രം ത്രൂ ഔട്ട് സിനിമയിൽ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നല്ലേ. ഈ പറയുന്ന അർജുൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി കേരള പോലീസിൻ്റെ ഭാഗമല്ലേ. അർജുൻ്റെ ക്യാരക്ടർ പോലീസ് ആവാത്തതുകൊണ്ട് ഒരു സാധാരണക്കാരൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്ന രീതിയിലാണ് കഥ പോയിരിക്കുന്നത്. ഒരുപാട് സിദ്ദിഖ് സാർ ചെയ്ത കഥാപാത്രം അജു ചേട്ടൻ. അപ്പോൾ അത് കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല. നടന്ന റിയൽ ഇൻസിഡൻറ്റിലെ ചില സീക്വൻസുകൾ വെച്ചപ്പോൾ അത് അങ്ങനെ ഫീൽ ചെയ്താവാം അത് നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളത്. ഈ മിഷേലിൻ്റെ പേരൻസിൻ്റെ പല ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ രാത്രിയിൽ പ്രോപ്പറായിട്ടൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ആ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് കസബ സ്റ്റേഷനിൽ എത്തുകയും അതിനുശേഷം സെൻട്രൽ സ്റ്റേഷനിൽ എത്തുമെന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്തതാണ്. അങ്ങനെ തന്നെ അത് ഈ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അല്ലാതെ ഒരിക്കലും മിഷേൽ ഷാജിയുടെ ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട. മിഷേൽ ഷാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങളിതിൽ വെച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ ഉള്ള സീക്വൻസുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഭാവനയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലൊക്കെ ഇനി ഒന്നും ചോദിക്കരുത്. സെക്കൻഡ് ഹാഫിൽ പോകുമ്പോൾ അങ്ങനെയാണെന്ന് പറയുമ്പോഴും ആദ്യം തുടക്കത്തിൽ മിഷേൽ എൻ്റെ അച്ഛനും അമ്മയുടെയും കഥകൾ അതിനകത്ത് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവം എനിക്കറിയാം. ഞാനും ആ പോലീസ് ഉദ്യോഗസ്ഥനുള്ള പണിഷ്മെൻറ്റ് വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയും അവിടെ ഒരു കാമുകനാണ്, എനിക്ക് ക്ലൈമാക്സിലേക്ക് പോകാൻ പറ്റില്ല, കാമുകനാണ് എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമ കണ്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ഇരയുള്ളപ്പോൾ ആ സിനിമാറ്റിക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു റിസ്ക് ഉണ്ടായിരുന്നു അഭിലാഷിന്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ എതിർക്കാം. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്കൊരു ചർച്ചയിലോട്ട് കടക്കാം. പക്ഷേ ഈ സിനിമ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സിനിമയുടെ ഉള്ളടക്കമായി ബന്ധപ്പെട്ടൊരു സിനിമ. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പോൾ ഈ സിനിമ എങ്ങനെയാണ് പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയില്ല. ഇറങ്ങിയതേ ഉള്ളൂ. പ്രേക്ഷകർ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥന, അത്തരം ചർച്ചകൾ നമുക്ക് കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞിട്ടാവുകയാണെങ്കിൽ ഈ സിനിമ ഫ്രഷായിട്ട് കാണാൻ പ്രേക്ഷകർക്ക് പറ്റും. ആ അഭ്യർത്ഥന മാനിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ഒരു സസ്പെൻസ് ത്രില്ലറാണ്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളും ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു സസ്പെൻസ് ത്രില്ലർ ആയത് കാരണം കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, അങ്ങനെ ആണെങ്കിലല്ലേ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ആരുടെ കഥ പറഞ്ഞില്ലെങ്കിലും പ്രേക്ഷകർ ഇത് സിനിമയായിട്ടാണ് കാണാൻ വരുന്നത്. അപ്പോൾ അത് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി തന്നെ ഡിസ്കസ് ചെയ്യാം പിന്നീട്.
അല്ല, അതിനകത്ത് പറഞ്ഞ മാറ്റർ എന്ന് പറയുന്നത് ഈ നീതി നിഷേധിക്കപ്പെട്ട ഇരകൾ നമ്മുടെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ജസ്റ്റിസ് ഡിമാൻഡ് ചെയ്ത് നിൽക്കുന്ന കേസുകൾ 10 വർഷവും അല്ലെങ്കിൽ 8 വർഷമൊക്കെ ആയ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഇപ്പോൾ ഇതിനകത്ത് അജു പറയുന്നൊരു ഡയലോഗാണത്, അജുവേട്ടൻ പറഞ്ഞൊരു ഡയലോഗാണത്, നീ ഒരു മെറിന് വേണ്ടി ഇറങ്ങി, ഇതുപോലത്തെ ആയിരക്കണക്കിന് മെറിന്മാർ നമ്മുടെ റെക്കോർഡ്സിലുണ്ടെന്ന് പറയുന്നത് ഫാക്റ്റാണ്. അത് കേരള പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് എടുത്ത് നോക്കിയാൽ എത്രയോ കേസുകൾ ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആണ്. ഒരിക്കലും അല്ല. ഇതിൽ അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏറ്റവും കൈയടി കിട്ടുന്ന ഡയലോഗ് വെച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സ് എന്ന് ഞാൻ കേരള പോലീസിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയല്ല, കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫോഴ്സാണ് കേരള പോലീസ്. ആ കേരള പോലീസിന് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഇഷ്ടംപോലെ കേസുകളുണ്ട്. അതിനെ റെഫർ ചെയ്തിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ ഒരിക്കലും കേരള പോലീസിനെ മോശമാക്കിയല്ല ആ ഡയലോഗ്സ് വെച്ചിരിക്കുന്നത്. കോട്ടയത്തെ ആനന്ദ് തിയേറ്ററും തിരുവനന്തപുരത്തെ ശ്രീബാല തിയേറ്ററും കുട്ടിക്കാലം തൊട്ട് എനിക്ക് പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. കാരണം ഞാൻ സിനിമാ പ്രേമിയാണ്. എങ്ങനെയാണ് ഈ ടൈറ്റിൽ വന്ന വഴി ആനന്ദ് ശ്രീബാല? ആ ടൈറ്റിൽ ഇന്നൊരു നല്ല ചോദ്യം കിട്ടി. ആനന്ദ് ശ്രീബാല ടൈറ്റിൽ ആദ്യമേ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ 2 പേരുകളാണ്. അത് ആനന്ദ് എന്നുള്ള പേരും ഈ ശ്രീബാല എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പം ഈ 2 പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയാണ്. അതിന് അമ്മ മകൻ എന്നൊരു ഇമോഷൻ കൂടെ കൊടുത്തപ്പോൾ അതിന് വലിയ സ്വീകാര്യത കിട്ടി. പിന്നെ അതിനധികം വെച്ച മറ്റൊരു ഇതെന്ന് വെച്ചാൽ കാമുകിയുടെ പേരും ശ്രീബാല എന്ന് തന്നെ വെച്ചു. ആ പേരിനോട് അർജുൻ്റെ കഥാപാത്രത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഒരു പേര് വെച്ചത്. എന്തായാലും താങ്ക്സ് ചേട്ടാ, അങ്ങനെ ചോദിച്ചു 2 തിയേറ്ററിനെ വെച്ചിട്ട്. ഇതിലേതെങ്കിലും ഘട്ടത്തിൽ അവർ പാരൻസായിട്ട് സംസാരിച്ചിരുന്നോ? മിഷേലിൻ്റെ പാരൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അല്ല, ഞങ്ങൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മിഷേലിൻ്റെ കേസ് മാത്രമല്ല, വേറെ 2 കേസ് ഇപ്പോൾ റിവീൽ ചെയ്യുന്നതിലൂടെ 2 കേസിലുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തായിരുന്നു അന്ന്. പിന്നെ ഇതല്ലാതെ നമ്മുടെ സോഷ്യൽ മീഡിയകളിലും നമ്മുടെ യൂട്യൂബുകളിലൊക്കെ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ റെഫർ ചെയ്തിരിക്കുന്ന അതാണ് സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ പത്രങ്ങളിലും നിങ്ങൾ മീഡിയ ത്രൂ കേട്ട കുറേ കാര്യങ്ങളില്ല. ഹൈദരക്കൊക്കെ ആ കേസിൻ്റെ പുറകെ എനിക്കൊന്ന് കുറേ നാളുണ്ടായിരുന്നു റിപ്പോർട്ടിലുള്ള സമയത്ത്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ സത്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. അമ്മ മകൻ ഒരു ബന്ധം വലിയ രീതിക്കാണ് ഈ സിനിമ കാണുന്നത്. അമ്മയും മോനുമായിട്ടുള്ള ബന്ധം വലിയ രീതിക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് അഭിനയിക്കുമ്പോഴും സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ഓർത്തെടുക്കുന്നത്? ഞാൻ കുറേ കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കുറേ പടങ്ങൾ എനിക്ക് അമ്മ റോളിൽ ചോദിച്ചു. ഇപ്പോഴല്ല, ഒരു 10 കൊല്ലത്തിന് മുമ്പ് തന്നെ. അപ്പോൾ ഒന്നും തോന്നാതെ ഒരു ഇമോഷണൽ കണക്ട് എനിക്ക് അഭിലാഷ് പറഞ്ഞപ്പോൾ തോന്നി. അപ്പം അത് മാത്രമല്ല, ഈ ടൈറ്റിൽ റോൾ ഓക്കെ, അതുകൂടിയല്ല, ഇതിൻ്റെ ഈ ഒരു ഇതുവരെ ഞാൻ വേറെ പടങ്ങളിൽ കാണാത്തൊരു എസെൻസ് ഉണ്ടല്ലോ അതിൽ, എൻ്റെ പ്രസൻസ്. അപ്പോൾ അതാണ് എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്തത്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു, അതിലിറങ്ങി. പിന്നെ ഫസ്റ്റ് ഷോട്ട് അർജുൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഇമോഷണലി കുറച്ച് കണക്റ്റായി. അപ്പം ഐ തിങ്ക് ഐ ടുക്ക് എ ഗുഡ് ഡിസിഷൻ. അങ്ങനെയായിരുന്നു. ഇത്തരം കേസുകളൊക്കെ ഒത്തിരി ഇരകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ഇരകൾ ഒത്തിരി കുടുംബങ്ങൾ ഈ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സിനിമ അതിനൊരു അവർക്കൊരു മാർഗദർശനമാകുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത്, ഞാൻ ക്രൈം ഫയൽ എന്നൊരു പടം ചെയ്യുമ്പം കിട്ടിയൊരു ഫീലുണ്ട് ഹാർട്ടിൽ. അപ്പം അതിനേക്കാളും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ ഒരു ചെറിയ ഹെവിനെസ് കൂടി ആണ് ഞാനിത് പെർഫോം ചെയ്തത്. അങ്ങനെ അത് പേഴ്സണലായിട്ട് ക്യാരി ചെയ്ത് ഞാനിതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ റെഗുലർ നമ്മൾക്ക് നറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണ് ചെയ്യുക. ഇതും അങ്ങനെയായിരുന്നു. എന്നാലും ഇത് ചെയ്യുമ്പം ഇപ്പം ഞാനും ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പം ആ ഫീലും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ പടങ്ങൾ മേ ബി ഇറ്റ് വുഡ് ക്രിയേറ്റ്. മാർക്കറ്റില്ല എന്നല്ല പറഞ്ഞാൽ, എന്നെ വെച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പടം ചെയ്തത്. അപ്പം എന്നെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ ചെയ്തു വരുന്ന പടങ്ങൾ നോക്കുമ്പോൾ, ഞാൻ സപ്പോർട്ടിങ് ആക്ടറായിട്ട് നിൽക്കുമ്പോൾ വലിയ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ ലീഡാക്കി ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു ബാനർ, ആൻഡ്രൂ ചേട്ടൻ, വേണു സാർ, ഇവർ ചെയ്ത പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇവർ വലിയ പടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് അഭിലാഷ് ചേട്ടൻ പറഞ്ഞ ചെറിയ പടമാണെങ്കിലും എനിക്കിത് വലിയൊരു പടമാണ്. കാരണം ഞാൻ ടൈറ്റിൽ റോളിൽ വരുന്ന ആദ്യത്തെ പടം. പിന്നെ ത്രൂ ഔട്ടുണ്ട് ഞാൻ ക്യാരക്ടറായിട്ട്. പിന്നെ ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും അത്യാവശ്യമുണ്ട്. എന്നെ നായകനാക്കി ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ബഡ്ജറ്റുള്ള പടമാണ്. അപ്പോൾ ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. മാർക്കറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതെനിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു പടമായിരുന്നു. അപ്പോൾ ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എനിക്ക്
സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം അവസാനത്തെ സീക്വൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇമോഷണൽ ടച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും അത് കണക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഷോ 2 ഷോ എന്തോ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കി ഷോസും കഴിഞ്ഞ് ഞാനൊരു 3 ദിവസമായി കഴിയുമ്പോഴേ ഞാൻ വിശ്വസിക്കുള്ളൂ പടത്തിൻ്റെ റിപ്പോർട്ട് ആക്ച്വലി എന്താണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഞാൻ ആക്ച്വലി. അഭിലാഷ് ചേട്ടാ, ഇവിടെ ചേട്ടൻ ചെയ്തേക്കുന്ന നൈറ്റ് ഡ്രൈവ് ആണെങ്കിലും അത് എഴുതിയേക്കണം, റിട്ടേൺ ചെയ്തേക്കണേ. അപ്പോൾ അതിനകത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നു ഹൊറർ ബേസ്ഡ് സസ്പെൻസ് അങ്ങനത്തെ സംഭവങ്ങളാണ് ചേട്ടാ ജോണർ അങ്ങനത്തെ എടുക്കുന്നത്. അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, ത്രില്ലർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലേഴ്സ് എഴുതാൻ ഇഷ്ടമുള്ളതുകൊണ്ടും പിന്നെ അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ സിനിമ എപ്പോഴും ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ത്രില്ലർ സിനിമകൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമാറ്റിക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ എല്ലാ കഥകളും റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ ഒരു ചലഞ്ചുണ്ട്. കാരണം ഇതിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഈ കഥ ആദ്യമായിട്ട് എഴുതണമെന്ന് തോന്നി ഞാൻ ഡിസ്കസ് ചെയ്യാത്ത എല്ലാ ആളുകളും പോസിറ്റീവ് പറഞ്ഞു. പിന്നീട് വിഷ്ണുവായിട്ട് സംസാരിക്കും, വിഷ്ണുവിന് അത് കണക്റ്റ് ആവുന്നു, പ്രൊഡ്യൂസേഴ്സിന് ഓക്കെ ആവുന്നു, ആർട്ടിസ്റ്റിന് ഓക്കെ ആവുന്നു. അങ്ങനെയാണത് ഒരു പ്രോസസ്സിലേക്ക് എത്തിയത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതുവരെയുള്ള സിനിമകളിൽ എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തോന്നുന്ന തിരക്കഥയാണ് ആനന്ദ് ശ്രീബാല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്കൊരു സീക്വൽ എഴുതാൻ പോലും തോന്നുന്ന, ഒരു പാർട്ട് 2 എഴുതാൻ പോലും തോന്നുന്ന ഒരു, കാരണം ഈ അമ്മ മകൻ എന്ന് പറഞ്ഞ് ഇനിയും ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്താം. ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ, അവന് ഇനിയും പല കേസുകളിൽ ഇൻവോൾവ് ആവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ആനന്ദ് ശ്രീബാല. അല്ല, അതേ പറഞ്ഞത്, എനിക്ക് എഴുതാൻ തോന്നുന്ന ഒരു കഥയാണ് ആനന്ദ് ശ്രീബാല. ആ കഥാപാത്രങ്ങളാണ് രജിസ്റ്റേർഡ്, ആനന്ദും ശ്രീബാലയും. അപ്പം 2 ശ്രീബാലയും രജിസ്റ്റേർഡാണ്. അപ്പം ഇനി അത് ഈഗോ വരണ്ടെന്ന് പറഞ്ഞ. അപ്പം അതുകൊണ്ട് ആ കഥാപാത്രത്തിന് ഇനിയും പല കേസുകളിൽ അയാളൊരു ഇപ്പോൾ ഒരു ചാനലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയും വേണേൽ അടുത്തൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പം വിഷ്ണു ഒക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ട് 2 പ്ലാൻ ചെയ്യും. അല്ല, ഈ സിനിമാറ്റിക്കിലാണല്ലോ, ഈ സിനിമ ലോകത്താണല്ലോ ഈ ഒരു സാധാരണക്കാരന് ഇതുപോലത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട്, മീൻസ് പോലീസ് ഉണ്ടായിട്ടും ഇങ്ങനത്തെ കാര്യത്തിൽ ഇടപെട്ട്, അതൊന്ന് റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ ഒരു സാധാരണക്കാരന് ഇടപെടാൻ പറ്റുമോ? അതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇടപെടുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ മാധ്യമങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു സംഭവമില്ല, നിങ്ങൾ സാധാരണക്കാരല്ലേ? അത് ഞാൻ ആലോചിച്ചാൽ പോരെ, നിങ്ങൾ എത്രയോ കേസുകളുടെ പുറകെ പോയി നിങ്ങൾ കേസിൻ്റെ ഫൈനൽ വരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാർ ചെയ്യുന്ന പ്രോസസ് തന്നെയല്ലത്. നമുക്കതിനൊറ്റ വ്യത്യാസം, നമുക്ക് പവറില്ല, ചില കാര്യങ്ങൾ എടുക്കാനായിട്ടുള്ള പവർ നമുക്ക് കാണത്തില്ല. പക്ഷേ എങ്കിലും എത്രയോ കേസുകൾ സാധാരണക്കാർ ഇൻവോൾവ് ആയിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എത്രയോ കേസുകളിൽ ജേർണലിസ്റ്റുകൾ കേസ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ സിനിമയിൽ എപ്പോഴും ഹീറോ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് സിനിമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അല്ല, അമ്മ ഇമോഷൻ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സിനിമകളിൽ ഇമോഷൻസിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ മാളികപ്പുറമാണെങ്കിലും 10-ാം വളവാണെങ്കിലും കടാവറാണെങ്കിലും ഇതൊക്കെ ഇമോഷൻസ് ഞാൻ പ്ലേ ചെയ്യാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതിന് മുന്നേ എൻ്റെ ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നു. കാരണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിന് മുകളിൽ വില കൊടുക്കുന്ന എൻ്റെ അമ്മയ്ക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആനന്ദിനെ ശ്രീബാലൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അമ്മ ഇഷ്ടമുള്ള എല്ലാ മക്കൾക്കും കണക്റ്റ് ആവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മെസ്സേജസ് എന്ന് വെച്ചാൽ ഈ അമ്മയും മകനും അടിപൊളിയായിട്ടുണ്ടെന്ന്. അത് സംഗീത ചേച്ചിയപ്പോൾ ഒരു ആർട്ടിസ്റ്റ് പ്ലേ ചെയ്തപ്പോൾ അത് കുറേ കൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വന്നു. ശരിക്കും ചേട്ടാ, എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഇമോഷൻസ് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ അമ്മ മകൻ ഇങ്ങനെ അങ്ങ് ഇമോഷണലി കയറ്റി അത് കൃത്യമായി വിഷ്ണു വിഷ്വലൈസ് ചെയ്യിക്കുകയും ചെയ്തു. അല്ല, ഞാൻ അച്ഛൻ്റെ പേരിലുള്ള റിസ്കിനെ പറ്റി ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം ഞാൻ അഭിനേതാവായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് സംവിധാനം ചെയ്യാനായിരുന്നു ആഗ്രഹം. അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാനത് പിടിച്ചെടുത്തു എന്നേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഇതിലെ ട്രൂ ഇൻസിഡൻറ്റിനെ ഞാൻ വളരെ പ്രതീകാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു കഥ പറയുകയാണ്. ആ കഥ ഏറ്റവും മികച്ച രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് സത്യസന്ധത പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് എത്രത്തോളം ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അത്തരം കേസുകളും വീണ്ടും ചർച്ച ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് 1-2 കേസുകൾ മാത്രമേ ചിലപ്പോൾ നമുക്ക്. അപ്പോൾ എന്നാൽ ഈ കേസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിരിക്കുന്നത് തികച്ചും മൊത്തത്തിൽ ഭാവന മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ നടത്തിയെന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം നമ്മൾ എങ്ങനെ ഒരു കഥാകാരൻ കഥ ഉണ്ടാക്കുന്നു, എങ്ങനൊരു അതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വ്യക്തമാക്കിയില്ല, അതിൻ്റെ രസം പോയി. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കേസ് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ഞങ്ങളത് എത്തിക്കലായിട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്.
അപ്പോൾ ആ റിസ്ക് എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് പറയാനൊരു വിഷയവും അതിനകത്ത് പറയാനൊരു കഥയും ഉണ്ടെന്ന് തോന്നിയത് അത് പറഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ മറ്റു റിസ്കിനെ പറ്റിയൊന്നും ചിന്തിച്ചിരുന്നില്ല. അതായത് അഭിലാഷ് ഈ കഥ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ക്രൈം ത്രില്ലറാണ്, പക്ഷെ അതിനൊരു ഇമോഷണൽ ഒരു ലെയർ ഉണ്ട്. അപ്പം ആ ലെയർ ഭയങ്കര ഒരു തിൻ ലൈനാണ്. നമ്മളത് കുറച്ച് കൂടിപ്പോയാൽ അത് കഥയെ ബാധിക്കും, താന്നു പോയാൽ അത് അത്ര എഫക്റ്റീവ് ആവില്ല. അപ്പോൾ ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് കാസ്റ്റിങ്ങിലെത്തിയത്. അപ്പോൾ അർജുൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അർജുന് ബാലൻസ്ഡ് ആയിട്ട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറായിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരിക്കലും അത് ആ കറക്റ്റ് ആ ഒരു മീറ്ററിൽ കിട്ടും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്യാരക്ടറിൽ അങ്ങനെയായിരുന്നു. സംഗീത ചേച്ചിയും അങ്ങനെ ഒരു ആക്ടറാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു മെഷർമെൻറ്റിൽ ആ പെർഫോമൻസസ് കിട്ടി എന്നുള്ളിടത്താണ്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ വേറെ 2 ആക്ടേഴ്സിലോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നുകിൽ കയറിപ്പോവാം, അല്ലെങ്കിൽ താന്നു പോവാം. അപ്പം ആ ഒരു ചിന്ത ഞങ്ങൾ ഒരുപാട് ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ ഒരു കോമ്പിനേഷനിലേക്ക് എത്തിയത്. അതിപ്പോൾ സൈജു ചേട്ടൻ്റെ കഥാപാത്രമാണെങ്കിലും സൈജു കുറുപ്പ് ഈ കഥാപാത്രം ഇതിനകത്ത് ചെയ്ത കഥാപാത്രം എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളൊരു ആലോചന ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ നമുക്ക് ഇതിലും മുകളിലുള്ളൊരു ആക്ടറിലോട്ടോ താഴെയുള്ളൊരു ആക്ടറിലോട്ടോ പോകാമായിരുന്നു. അപ്പം ഇതെല്ലാം ഈ ഡിസിഷൻസ് എല്ലാം വളരെ കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഞങ്ങളുടെ സിനിമ ആ ഒരു ഫ്ലോയിൽ പോകണം. ഒരു സമയത്ത് പോലും ഈ ഇമോഷണൽ ലെയറും ഇൻവെസ്റ്റിഗേഷൻ ലെയറും നമ്മളൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഓരോ ഇപ്പോൾ അപർണയിലേക്ക് എത്തിയതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളത് കൊണ്ട് അത് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഥയാണിത്. അപ്പം ഇങ്ങനൊരു കഥ എന്തായാലും റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അഥവാ ഇത് കണ്ട് ഒരു ചർച്ചയായി ഒരു പുനരന്വേഷണം വരികയോ അല്ലെങ്കിൽ നീതി അർഹിക്കേണ്ടവർക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അതോ അന്വേഷണം പറയാൻ ചാൻസ് ഒക്കെ വരുന്നുണ്ടോ? അല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ കേസിൻ്റെ റീഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇരിക്കുന്ന കോർട്ടിലെന്തോ ആണ് ഇപ്പോൾ കേസ് നിൽക്കുന്നത്. അത് അറിയില്ല. സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് പബ്ലിക്കിലും ഗവൺമെൻറ്റിലൊക്കെ. അപ്പം ഈ സിനിമ നാളെ ഇനി ഇതുപോലത്തെ കേസുകൾ സംഭവിക്കാതിരിക്കാൻ ഗുണം ചെയ്യട്ടെ, അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് ചെയ്ത സിനിമയല്ല. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള ഫ്ലേവേഴ്സാണ് ആനന്ദ് ശ്രീബാല ചെയ്തിരിക്കുന്നത്. ഇതും കൊണ്ട് നാളെ ആരെങ്കിലും കുറ്റം ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അല്ല, അത് അവൻ്റെ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നേ ഞാൻ. ഈ ചോദ്യത്തിന് ഉത്തരം രഞ്ജൻ പറയും. കാരണം എനിക്ക് രഞ്ജൻ്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഒരു സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എപ്പോഴും മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ ഈ സിനിമേനെ ഓക്കെ ത്രില്ലർ ഏരിയ എനിക്കറിയാം, വിഷ്ണു അത് ഇവരിരുന്ന് വർക്ക് ചെയ്ത് ഭയങ്കര. പക്ഷേ ഈ അമ്മ മകൻ ഇമോഷൻസ് പ്ലേ ചെയ്യുമ്പം കണ്ണ് നിറയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും ചെയ്യത്തുമില്ല. ചില ആളുകൾ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി ആ കാര്യത്തിൽ രഞ്ജിൻ രാജ് എടുത്ത ഒരു എഫേർട്ട് മാളികപ്പുറത്തിൽ നങ്ങേലിപ്പൂവിന് കിട്ടിയ പോലെ തന്നെയാണ് മന്ദാരമലരെ എന്നുള്ള സോങ്ങിൽ. ഇപ്പം ഞാൻ ഇതിന് മുന്നത്തെ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു, അവസാന ഷോട്ട് കണ്ടാൽ തിയേറ്ററിൽ കണ്ണ് നിറയുമെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം രഞ്ജിനാണ്. അപ്പം ഈ ഒരു വേദിയിൽ ഞാൻ ഞങ്ങൾ ഒരുമിച്ചുള്ള 5ാമത്തെ സിനിമയാണ്. ഞാൻ രഞ്ജിനോട് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ താങ്ക്സ് പറയുകയാണ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ കഥകൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നൊരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം താങ്ക് യു വെരി മച്ച്. നല്ല കാര്യം, ഇവിടെ വെച്ചെങ്കിൽ അവൻ താങ്ക്സ് പറഞ്ഞല്ലോ. അത്രയും ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ സിനിമയിൽ. അതായത് സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും അത്ര സിങ്കായിട്ട് കഥാപരമായിട്ട് ട്രാവൽ ചെയ്തെന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ കൂടെ ത്രില്ലർ പടത്ത് തന്നെയാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. കടാവർന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. പിന്നെ 10ാം വളവ് ചെയ്തു, നൈറ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ അഭിലാഷിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഡൈനാമിക്സ് എന്തായാലും എനിക്കറിയാം. അവൻ കഥ പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കറിയാൻ പറ്റാറുണ്ട് അവൻ ഏത് റൂട്ടിലായിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര എനിക്ക് ഒരു എൻ്റെ മ്യൂസിക്കൽ ലൈഫിൽ തന്നെ എനിക്ക് വളരെയധികം വാല്യുബിളായിട്ട് ഞാൻ വിഷ്ണുവോടും പറയാറുണ്ട്. കാരണം അത്രയധികം എനിക്ക് സ്പേസ് വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ റിലീസ് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല സമയം കിട്ടി. ഒരു 2-2.5 മാസത്തോളം സമയം കിട്ടി. ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ, ചില എറേഴ്സ് മാറ്റാനും ചിലത് റീതിങ്ക് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും
നല്ലതിന് വേണ്ടിയിട്ടുള്ള തർക്കം, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഞാൻ ഇന്ന് മീഡിയയുടെ മുന്നിൽ പലപ്പോഴും ഞാൻ എല്ലാ പടം കഴിഞ്ഞാലും മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കില്ല. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു, ഞാൻ ഇന്ന് പ്രൗഡായിട്ട് എല്ലാവരോടും പറയും തിയേറ്ററിൽ പോയി ഈ സിനിമ കണ്ടേക്കണം എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു. അത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു സിനിമ ആയതുകൊണ്ട് വളരെയധികം ഞാൻ പണിയെടുത്ത് തന്നെ ചെയ്തൊരു പടമാണ് ആനന്ദ് ശ്രീബാല. നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം സൈക്കോളജിക്കലിയാണ് ഈ പടം ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ സൗണ്ട് കൊണ്ട് ഞെട്ടിപ്പിക്കാനോ ആരും കേൾക്കാത്ത ടോൺ കൊണ്ട് ഞെട്ടിപ്പിക്കാനൊന്നും പറ്റുന്നൊരു പടമല്ല. ഇത് ഇമോഷനാണ്. ആ ഇമോഷൻ്റെ ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിട്ടുള്ള ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അത് ഒരു ലെയറായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉത്തരവാദിത്വം. അതൊരു പരിധിവരെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് എനിക്കിന്ന് കാണാൻ പറ്റി എൻ്റെ സിനിമ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ എറേഴ്സ് മാത്രമാണ് കാതിൽ കേൾക്കുക തിയേറ്ററിൽ. പക്ഷേ ഞാനിന്ന് എൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഇമോഷൻ എനിക്ക് കിട്ടി. ഞാനും കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് കിട്ടുന്ന മെസ്സേജസ് ഒന്നും എനിക്കത് മനസ്സിലായി. ഇപ്പോൾ ഈ ചോദിച്ച ഹൈദരൊക്കെ ചോദിച്ച എന്നെ അതിനൊരു വലിയൊരു നന്ദി രാജാകൃഷ്ണൻ ചേട്ടനോട് നമുക്ക് പറയാനുണ്ട്. MR രാജാകൃഷ്ണൻ ഒരുപാട് ഹിറ്റ് സിനിമകളും ഹിറ്റിനേക്കാളും ഉപരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തൊരു വ്യക്തി കൂടിയാണ് MR രാജാകൃഷ്ണൻ. അപ്പോൾ രാജേട്ടനാണ് മാളികപ്പുറമൊക്കെ വർക്ക് ചെയ്തത്. മാളികപ്പുറത്തിൻ്റെ ഫോർമാറ്റ് എന്താ നിങ്ങൾക്കറിയാം, വളരെ ലൗഡ് മ്യൂസിക് ആയിരുന്നു. ലൗഡ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ആവശ്യമുള്ള ലൗഡ്നെസ് അതിലുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ സിനിമയ്ക്ക് ആവശ്യമായ ഒരു പേസിലും ഡൈനാമിക്സിലും കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെന്നുള്ളതാണ്. ഒരു പൊടിക്ക് മേലെ ഒരു പൊടിക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഈ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ് ആസ് എ മ്യൂസിക് കമ്പോസർ. ഇന്ന് തീർന്നുണ്ട്. രഞ്ജിൻ ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടാ റിയാലിറ്റി ഷോ പ്രൊഡക്റ്റ് ആണല്ലോ ചേട്ടൻ. അപ്പോൾ ആ ഒരു ജേണിയിൽ നിന്ന് ഇങ്ങനൊരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ജേണി എന്ത് ഫീൽ ചെയ്യുന്നു? ആക്ച്വലി യു ആർ എ ഗുഡ് സിംഗർ ഓൾസോ. മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു പാടുന്ന സമയത്തും എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ റിയാലിറ്റി ഷോയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജഡ്ജസിനൊക്കെ അത് അറിയുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ട്രാവൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പണ്ടത്തെ ആ റിയാലിറ്റി ഷോ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, നീ അന്ന് പറഞ്ഞത് ഞാൻ സംഭവിച്ചല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചത് തന്നെയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതല്ല. സ്റ്റിൽ ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഒരു കോംബോ ഉണ്ടല്ലോ. ഐ മീൻ തീർച്ചയായിട്ടും അഭിലാഷിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ, അവൻ ഇത്രയും ഫോർമലായിട്ട് ആദ്യമായിട്ട് അഭി സംസാരിക്കണേ ഞാൻ കാണുന്നത്. എന്തായാലും താങ്ക് യു കിട്ടിയില്ലേ? താങ്ക് യു കിട്ടി. അതിന് നിങ്ങൾ എല്ലാവരോടും നന്ദിയുണ്ട്. എനിക്ക് വർക്ക് കിട്ടി. അടുത്ത പടത്തിന്റെ റെക്കോർഡിങ് നാളെ തുടങ്ങുക. അത് കാരണം അഭിലാഷ് ചേട്ടനെ കൊണ്ടൊന്ന് പാടിപ്പിക്കണം കേട്ടോ അടുത്ത്, ഉറപ്പേ. അത് ഞാൻ ഇവിടെ പറയുന്നത്. അഭിലാഷേട്ടൻ എന്നോട്ടൊരു പാട്ട് പാടാനുണ്ടെന്ന് തോന്നുന്നു. അതാണ് നൈസായിട്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകരുടെ പണി അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. ഈ കടുകട്ടി മലയാളം ഈ റോഡ് സൈഡിൽ വെയിലത്തും ഇതിലൊക്കെ നിന്ന് സംസാരിക്കുന്നത് TV-യിലൂടെ ഇരുന്ന് കണ്ട എക്സ്പീരിയൻസേ ഉള്ളൂ. പക്ഷെ അത് ചെയ്തപ്പം അത്യാവശ്യം കറക്റ്റ് ലൈവ് ലൊക്കേഷൻസിൽ വെച്ചൊക്കെ തന്നെയാണ് ഏകദേശം അത് ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മനസ്സിലായി. പ്ലസ് ഈ സിനിമ അത്രയും സീരിയസ് ആയ ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഒരു വലിയ ടീം, വലിയ കാസ്റ്റ്, ഒരുപാട് ക്രൂ ഉള്ളൊരു സിനിമ ആയതിൽ വർക്ക് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. ആക്കി ചോദിച്ചാണോ? ഓ അത് അഭിലാഷൻ മറ്റേ രാവിലെ സ്ക്രിപ്റ്റ് വരുന്ന ടൈപ്പ് ഒരു തിരക്കഥാകൃത്താണ്. അപ്പം എനിക്ക് തലേദിവസം എങ്ങാണ്ട് തന്നിരുന്നു സ്ക്രിപ്റ്റ്. പക്ഷെ രാവിലെ ഞാനത് പഠിച്ചിട്ട് പോയപ്പം വിഷ്ണു ചേട്ടൻ പറഞ്ഞു, അയ്യോ അപർണ ഇതാണോ പഠിച്ചത്, ഇത് നമ്മൾ കട്ട് ചെയ്താണ്, ഇതിൻ്റെ ബാക്കിൽ വേറെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചപ്പോഴാണ് മറ്റേ എന്തായിരുന്നു, കാപട്യം നിറഞ്ഞ അധികാര നിയമ രാഷ്ട്രീയത്തിൻ്റെ വികൃതമായ മുഖത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്, ഇങ്ങനത്തെയൊക്കെ ഇതിന് മുമ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് ഓർക്കും. കാരണം അന്ന് ഞാൻ മറ്റേ ഇവർക്ക് ഒരു 20 മിനിറ്റ് എങ്ങാണ്ട് അവിടെ പെർമിഷൻ ഉള്ളൂ. അത് അപ്പം തന്നെ ഷൂട്ട്. പറഞ്ഞാൽ വേഗം സമയമായി. ഈ മനുഷ്യൻ അവിടെ കാണാനില്ല, ഇടയ്ക്കെങ്ങാണ്ട് ആ വഴി പോയി. അപ്പം അതിനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് പഠിച്ചാണ്. എളുപ്പമല്ല ചേട്ടാ, കഷ്ടമാണെന്ന്. ഓസ്ലർ കഴിഞ്ഞിട്ട് ബ്രഹ്മയോഗം ഇറങ്ങി. ആ ആ ആ ആ ഇല്ല, ഇത് ചെയ്യണ സമയത്ത് പറഞ്ഞ് ഈ പടം വർക്കായ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും, അപ്പം അതിൽ നീ ആയിരിക്കും വില്ലൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാവല്ല ലാസ്റ്റ് ക്ലൈമാക്സിൽ. അല്ല അത് ചിലപ്പോൾ ഞാൻ അല്ലെങ്കിലാ
അതാണ് ഇപ്പം എഴുതിയൊക്കെ വരുമ്പോൾ അവനെ വേണ്ട വേറെ ആളാക്കാന്നൊക്കെ പറഞ്ഞ നാണക്കേടായില്ലേ. അപ്പോൾ പടം ഹിറ്റായപ്പോഴേക്കും ഞാൻ വിളിച്ചു, മിഥുൻ ചേട്ടാ സെക്കൻഡ് പാർട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു. ഉണ്ടാവും പറയാം. അപ്പോഴേക്കും ആടിൻ്റെ പരിപാടി ഓണായത് ഇപ്പം ഉണ്ടാവുമായിരിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് ഉണ്ടായുള്ളത്. ഒരു വൈകുന്നേരം പോയിട്ട് രാത്രി 1:30 തീർന്ന്. ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര റിസർച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്തത് ഒരു ക്യാരക്ടർ ഹോസ്റ്റലറിൻ്റെ ക്യാരക്ടറാണ്. കാരണം ഒറ്റ ദിവസം ബാക്കിയെല്ലാം ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ പതുക്കെ ട്രാക്കിലാവും ഡയറക്ടറിന് എന്താ വേണ്ടതെന്നുള്ള രീതി. ഇത് സമയമില്ല, ട്രാക്കിലാകുമ്പോഴേക്കും ഞാൻ ബാക്കപ്പ് ആവും. അപ്പോൾ കുറച്ചധികം ഒരു 1.5-2 ആഴ്ചത്തോളം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അധികം പണിയെടുത്തായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ സന്തോഷമുണ്ട്. എന്തോ എനിക്കെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു കഥ ഒത്തു വന്ന ക്യാരക്ടർ അതിന് രീതിക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് കഥ കേട്ട് ഇഷ്ടപ്പെട്ട ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും പിന്നെ ആൻഡ്രോ ചേട്ടനൊക്കെ വിളിച്ച് ഓൾറെഡി അവർ കമ്മിറ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അതിൽ വന്ന് കഥ കേട്ടു, ഈ ഒരു ജസ്റ്റ് 1 ലൈനിൽ കാര്യം പറഞ്ഞു, ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഇതാണ്. കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിച്ചത് ഇങ്ങനത്തെ ഒരു അമ്മ മകൻ ചെറിയൊരു ഫാൻറ്റസി പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അതൊരു ത്രില്ലർ സബ്ജക്റ്റിൽ പറഞ്ഞു പോകുമ്പോൾ ഏത് രീതിക്കായിരിക്കും, പുതിയൊരു രീതിയാണല്ലോ, പുതിയൊരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്തത്. പിന്നെ ഒരു റാൻഡംലി ചൂസ് ചെയ്ത സ്റ്റൈൽ ഓഫ് മെത്തേഡാണ് ഈ പടത്തിൽ. ഈ ആനന്ദ് ശ്രീബാലയുടെ ആനന്ദായിട്ട് ഭയങ്കര ലോ പേസിൽ പോകുന്ന. അപ്പോൾ ഇന്നലെ ഒരു കോൺവെർസേഷൻ ഉണ്ടായപ്പോഴാണ് പറഞ്ഞത് അത് നന്നായി വന്നിട്ടുണ്ട്. കാരണം പടം കണ്ടവർക്ക് അറിയാം അമ്മയുടെ ബാക്ക് സ്റ്റോറി ഉള്ളപ്പോൾ അതെപ്പോഴും മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ ലോ ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാം പറ, ഞാനിപ്പോൾ കുഴപ്പമില്ലാണ്ട് പടങ്ങളൊക്കെ ചെയ്ത് പോകുന്നുണ്ട്. നമ്മളെല്ലാ പടവും ചെയ്യണതും കമ്മിറ്റ് ചെയ്യണതും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനും നല്ല രീതിക്ക് തിയേറ്ററിൽ ഓടാൻ വേണ്ടിയാണ്. ചില പടങ്ങൾ ചില കാരണത്താൽ ആ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടെ വേറെ ബിഗ് ബഡ്ജറ്റ് പടങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ പടം വെറുക്കാതെ പോകുമ്പോഴൊക്കെയാണ് പടം ഓടാതിരിക്കുന്നതും. നമുക്കറിയുന്ന ജോലി ഇതാണ്, അടുത്ത പടത്തിൽ ശ്രമിക്കാം. അപ്പോൾ ഇത് ആൾക്കാർ ഏറ്റെടുക്കും എന്നുള്ള നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും നല്ല റെസ്പോൺസ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അത് തന്നെയാണ്. ചേച്ചി പറഞ്ഞ പോലെ 100 ദിവസം ഓടട്ടെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇരിക്കണത്. ഇത് ഡേ 1 ആയിട്ടുള്ളൂ, കിടക്കേണ്ട 99 ദിവസം നോക്കാം. റേറ്റിംഗിന് വേണ്ടിയാണ് മീഡിയാസ്, റേറ്റിംഗിന് വേണ്ടിയാണ് ഒരു വാർത്തയ്ക്ക് പിന്നിൽ പോകുന്നത്. റേറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. ഇവരുടെ സ്റ്റോറി പറഞ്ഞു പോകുന്നുണ്ട്. അത്ര ഒരു മത്സരം ചാനൽ യുദ്ധം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ വാർത്തകൾ. ആരെ പറയുന്നേ? ആരെ ചോദിക്കുന്നേ? ഇല്ലേ? അല്ല അത് ഇല്ലേ? അത് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ. റേറ്റിംഗ് എന്നല്ല, എപ്പോഴും നമ്മൾ നമ്പർ 1 അവിടെ മത്സരിക്കുന്നതല്ലേ. അതിലെ ചാനൽ വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളവും TRP ഒക്കെ കയറത്തുള്ളൂ. നിങ്ങൾ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് എന്നെ ഏറി കയറ്റാനായിട്ട്. ചേട്ടാ, കേരളത്തിലല്ല, എല്ലാ ലോകത്ത് എവിടെയൊക്കെ മാധ്യമങ്ങളുണ്ടോ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടോ അവിടെയൊക്കെ TRP റേറ്റിങ്ങിന് വേണ്ടി ആദ്യം ആര് റിപ്പോർട്ട് ചെയ്യുന്നു, ആര് അതിൻ്റെ ജെന്യൂനിറ്റി നോക്കുന്നുണ്ടോയെന്നൊക്കെ സെക്കൻഡറി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ആര് റിപ്പോർട്ട് ചെയ്യുന്നു ഫസ്റ്റ്? ഇതാണല്ലോ. കാരണം എനിക്കറിയാം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് 1-2 ചാനൽസിൽ പാർട്ട് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് പഠിച്ച കാര്യം പറഞ്ഞാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ചാനലിൽ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇവിടുത്തെ പല VIPസിൻ്റെയും എല്ലാ വാർത്തകളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സപ്പോസ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ എയർ ചെയ്യാനായിട്ട്. ഇത് ഞാൻ പറയുന്ന കള്ളമാണോ എന്ന് ഹൈദർക്ക് അവരെ പറയണം. നിങ്ങൾ ചാനൽ വർക്ക് ചെയ്ത ആളാണ്. ഇതങ്ങനെയാണ്. അയാൾ എന്താണെന്ന് പറയില്ല.
അല്ല, കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല, അത് തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആരാദ്യം റിപ്പോർട്ട് ചെയ്യും, അതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ. അപ്പോൾ അത് ചാനലുകളിൽ നടക്കാറുണ്ട്. ഈ മത്സരബുദ്ധിയിൽ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് പിന്നീട് ആ വാർത്തയ്ക്ക് പിന്നിൽ പോകാതെ ഒരു യാത്രയുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ പറഞ്ഞു വയ്ക്കും, നമുക്കൊരു വാർത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പോകില്ല, പിന്നീട് അതിൻ്റെ ഒരു അന്വേഷണത്തിൽ പോലും ഒരു ഡെസ്കിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മേൽ ഇരിക്കുന്ന അധികാരികളാണ് നമ്മൾ അതിൻ്റെ പിന്നിൽ പോകണമെന്ന് പറയാറില്ല. അപ്പോൾ അവിടെ വെച്ച് വാർത്ത നിന്നു പോകും. ഇപ്പോൾ ഈ കേസ് തന്നെ അന്വേഷണത്തെ, ഈ സിനിമ തന്നെ നമുക്ക് എടുത്തു വയ്ക്കാൻ ഇനിയും ഇത് അന്വേഷണത്തിലേക്ക് പോകേണ്ട കടമ്പകളുണ്ട്. ഇപ്പോൾ സെക്കൻഡ് പറഞ്ഞൊരു ഊഹം പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ്, ഇപ്പോൾ നമ്മൾ മിഷേലിൻ്റെ കേസാണെങ്കിലും അവിടെ വെച്ച് നിൽക്കുന്നു, പിന്നെ അടുത്ത കേസ് വരുമ്പോൾ റിപ്പോർട്ടർ വേറെ കേസിലേക്ക് പോവാണ്, അവിടെ വെച്ച് നിന്നു പോകുന്നു. അത് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയുന്നില്ല. അത്തരം ഒരു തോന്നലിൽ നിന്നും മാറ്റി ചിന്തിക്കേണ്ടതല്ലേ ഈ മാധ്യമങ്ങൾ? ചേട്ടാ, തീർച്ചയായിട്ടും നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത്, ഞാനാണോ? അല്ല, അത് നിങ്ങൾ പറയുമ്പോൾ നമുക്കൊരു കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ട് മാറാനൊന്നും പോകുന്നില്ല. അതായത് ഇവിടെ എന്നും ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത് നല്ല ലൈവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിനേക്കാൾ നല്ലൊരു വാർത്ത വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈ വാർത്ത മുങ്ങും. അതങ്ങനെയാണല്ലോ. ഇപ്പോൾ അടുത്ത സമയത്ത് ഞാൻ പറയുന്നില്ല, അടുത്ത സമയത്ത് കേരളത്തിലെ വാർത്തകളുടെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മതി. കാരണം പല വാർത്തകളും ഒരാഴ്ച അങ്ങോട്ട് പോയി കത്തി കയറി എന്നിട്ട് പെട്ടെന്ന് ഈ വാർത്ത താന്ന് വേറൊരു വാർത്ത കയറി, അപ്പോൾ മറ്റേ വാർത്ത അങ്ങ് താഴെ പോകും. ഇത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഞാൻ ചെയ്ത നൈറ്റ് ഡ്രൈവ് എന്ന സിനിമയുടെ തുടക്കത്തിലൊരു ഡയലോഗ് പറയുന്നുണ്ടത്, ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം ആ സിനിമയിൽ പറയും. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്നിട്ട് ഇതൊന്ന് താക്കടോ എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. അപ്പോൾ എന്ന് പറയുന്നുണ്ട്, ഇതിവിടെ നടക്കുന്നതല്ലേ ഇത് എന്നെയും കൊണ്ട് ഇവരെയും കൊണ്ടും പറയിച്ചിട്ട് നാളെ ആനന്ദ് ശ്രീവാല ടീം വിമർശിച്ചു എന്ന് പറയാനല്ലേ? ഇല്ല, ആ പരിപാടിക്കില്ല. അല്ല, നടക്കുന്നുണ്ട് ഇക്കൊക്കെ തന്നെ അറിയാലോ. അല്ല, ഇതിൽ പിന്നെ അർജുൻ്റെ കഥാപാത്രം അജുച്ചൻ്റെ കഥാപാത്രം ചോദിക്കുന്നുണ്ടല്ലോ, ഇത് നിനക്ക് മറ്റേ അയാളോടുള്ള ദേഷ്യമുള്ള പറയുമല്ല, ആദ്യം അത് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇതെനിക്ക് തെളിയിക്കാനുള്ളൊരു വാശിയാന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന എത്ര മാധ്യമപ്രവർത്തകർ നമ്മുടെ ചുറ്റുമുണ്ട്. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ പുറകെ പോയി ആ റിപ്പോർട്ടിങ്ങിൻ്റെ ജെനുവിൻ കാര്യം എടുത്തുകൊണ്ട് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന റിപ്പോർട്ടർമാർ എത്ര പേര് കാണും? അതെന്തായാലും വളരെ കുറവേ കാണത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ മാറ്റമൊന്നും സംഭവിക്കുന്നതാണ്. ഇവിടെ അങ്ങനെയാണ് ഭായി. കേരളം എന്നല്ല, ഏത് രാജ്യത്താണേലും ഇത് അങ്ങനെയാണ്. അതിന് ഒരു പേരും വിളിക്കും, സിസ്റ്റം, അത്രേ ഉള്ളൂ. അതിനെ കുറേ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഒരു കേസിലൊരു പ്രതി അകപ്പെടുന്നു, ആ പ്രതി ആ കേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയേണ്ടത് കോടതിയിൽ നിന്നാണ്, തെളിവുകളടക്കം. പക്ഷേ ഒരു കേസിൻ്റെ ഒരു വാർത്ത വന്ന ആ മൊമെൻ്റ് മുതൽ അയാൾ പ്രതിയാണ്. ഓൺലൈനിൽ ഈ വാർത്ത വായിക്കുന്ന ലോകത്ത് അയാൾ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ വരെ മനസ്സിലായി അയാൾ പ്രതിയാണ്. അടുത്ത സമയത്തുള്ള പല കേസുകളും നമുക്കറിയാം, ഓരോ പേരുകൾ വരുമ്പോഴത്തേക്ക് ഇത് മുദ്ര കുത്തപ്പെട്ടു. നാളെ ഇത് തെളിയുന്നത് ആരും അറിയുന്നില്ല. നാളെ ഈ കേസ് ഒഴിവാക്കിയതോ കേസ് വിഡ്രോ ചെയ്തൊന്നും ആരും അറിയുന്നില്ല. വിക്ടിംസ് എപ്പോഴും അങ്ങനെയാണ്. അത് പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആ തലയിൽ വരും. ഞാനല്ല എന്തായാലും സിസ്റ്റം മാറ്റേണ്ടത് പബ്ലിക് ചോദ്യം ചെയ്യണേക്കാ. ചോദ്യം ചെയ്യാൻ തരുള്ള എത്ര പബ്ലിക്കുണ്ട്, എത്ര പേര് കൂടെ നിൽക്കും, അത്രേ ഉള്ളൂ. ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ, തിരിച്ച് ചോദ്യം ചെയ്ത് തുടങ്ങിയാൽ ഇതിന് മാറ്റം വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ പുനർചിന്ത ഉണ്ടാവാം, അത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ അത് ഒരാൾ ചോദിച്ചാൽ അയാൾ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചോദിക്കാൻ പറ്റിയാൽ അത് ചിലപ്പം ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കും. അല്ല, അതാ പറഞ്ഞത്, അത് മാറുക എന്ന് പറയുന്നത് ചെറിയ പ്രോസസ്സ് അല്ലല്ലോ. ഇപ്പം നമുക്ക് നിയമവ്യവസ്ഥിതിയിൽ ഒരു കുറ്റം ചെയ്താൽ ഇത്രയാണ് ശിക്ഷ എന്നുള്ളത് നമുക്കറിയാം. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള അതിൻ്റെ സബ് വകുപ്പുകൾ എന്തൊക്കെയാണെന്നും പബ്ലിക്കിന് അറിയാൻ പറ്റും. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലെ ഇത് കുട്ടിക്കും കിട്ടും. അപ്പോൾ ഒരു തെറ്റിനെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റുമെന്നും ആ തെറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നും നമ്മുടെ ലീഗൽ പോയിൻറ്റ്സിൽ ഇവിടെ നമുക്കറിയാം. അപ്പം പിന്നെ ഇത് എനിക്കറിയില്ല, ഇത് എന്ത് മാറ്റം വരാൻ പോകുന്നത് എനിക്കറിയില്ല. മാറ്റം വന്നാൽ സന്തോഷം, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും പറയുന്നുണ്ട്, ഡയലോഗിൽ തന്നെ പറയുന്നുണ്ട് ഒരുപാട്. ഇത് താങ്ക് യു.
അത് വർക്കൗട്ട് ചെയ്തത് വെച്ചാൽ ബേസിക്കലി എന്നെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത രഞ്ജൻ ചേട്ടൻ മ്യൂസിക്കാണ്. കാരണം നമുക്ക് ആ മ്യൂസിക് നിങ്ങൾ കണ്ട പടത്തിൽ ടൈലൻഡ് നമ്മൾ ആദ്യം 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം ഷൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാനും ചേച്ചിയും നിൽക്കുമ്പോൾ സംഗീത മാമും കൂടെ നിൽക്കുമ്പോൾ ആ ഷോട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ആ പാട്ട് പ്ലേ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അവിടെ കിട്ടി ഓൾറെഡി. പിന്നെ ഈ ഷോട്ട് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അഭിലാഷ് ചേട്ടാ ഈ ഷോട്ടിന് കൂടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആ പാട്ടൊന്ന് പ്ലേ ചെയ്താൽ ഭയങ്കര, കാരണം ആ ട്യൂണിൽ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മൾ കണക്റ്റായി ഭയങ്കരമായിട്ട് ഇമോഷണലാവും. പിന്നെ എങ്ങനെയൊക്കെ അഭിനയിച്ച് പിന്നെ സംഗീത ചേച്ചിയുടെ കൂടെ അഭിനയിക്കും ഭയങ്കര ഫീലായിരുന്നു. അത് എനിക്ക് അന്ന് ലാസ്റ്റ് ഷോട്ടിൽ ആ കൈ പിടിച്ച് അല്ലെങ്കിൽ എന്നെ നോക്കുന്ന ഒരു നോട്ടത്തിൽ തന്നെ കണ്ണ് ഓട്ടോമാറ്റിക് നിറഞ്ഞ് ഞാൻ ഭയങ്കര ഒരു സിങ്കായൊരു മാമായിട്ട് ഭയങ്കര സിങ്കായി. അപ്പോൾ എനിക്ക് അധികം പണിയെടുക്കേണ്ടി വന്നില്ല. അച്ഛൻ സിനിമ ഇറങ്ങിയതിന് ശേഷം തിയേറ്ററിൽ വന്ന് കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ ഒരു ഇൻഹൗസ് പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്, ധൈര്യമായിട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ വിജയപരാജയങ്ങളെക്കുറിച്ചോ അതിൻ്റെ മേന്മകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ കൂടുതൽ ഡിസ്കഷനിലോട്ട് പോയിട്ടില്ല, പക്ഷേ ധൈര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ആ ഒരു കോൺവെർസേഷൻ്റെ ഒരു ചുരുക്കം അതായിരുന്നു. അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഞാൻ അച്ഛൻ്റെ സിനിമകളിൽ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു പക്ഷേ അച്ഛൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഞാൻ കരുതുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സെറ്റ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ആൾക്കാർ നിൽക്കുക, നമുക്ക് എങ്ങനെ ഇമ്മീഡിയറ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ള ഒരു അത്ര വലിയ ടെൻഷനുള്ള കാര്യമായിട്ട് തോന്നിയിരുന്നില്ല എനിക്ക്. അപ്പോഴിപ്പോൾ നേരത്തെ ഒരു ചോദ്യം വന്നു, അച്ഛൻ്റെ ആ ഒരു ലെഗസി ഉള്ളത് കാരണം ആ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ സിനിമ എനിക്ക് കിട്ടിയപ്പോൾ തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ എൻ്റെ മനസ്സിൽ എനിക്കൊരു ടെൻഷനേ ഉള്ളൂ. അത് ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടറാണെങ്കിലും സംവിധാനം ചെയ്യുന്ന സിനിമയാണെങ്കിലും അത് കാണുന്ന പ്രേക്ഷകർ രസിക്കുക, അതൊരു വല്ലാത്ത ഒരു ഭയങ്കര പരിപാടിയാണ്. അത് നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെ ആധികാരികമായിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 2 ഷോ കഴിഞ്ഞിട്ടുള്ളൂ, കുഴപ്പമില്ലാത്ത അഭിപ്രായം വരുന്നുണ്ട്. ഇന്ന് രാത്രി എങ്ങനെയായിരിക്കും അത് ട്രാൻസ്ഫോം ചെയ്യുക, നാളെ എങ്ങനെയാണ്, അതാണ് എനിക്ക് എപ്പോഴും ഉള്ള ടെൻഷൻ. ആ ടെൻഷൻ അപ്പുറത്തേക്ക് ഒരു ടെൻഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഷൂട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ധൈര്യം ഞാൻ അച്ഛൻ്റെ സെറ്റുകളിൽ പോയി നിന്ന് എനിക്ക് കിട്ടിയ ഗുണം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, സിനിമയെക്കുറിച്ചിട്ട് ഇനി അധികം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, കാരണം സിനിമ നമ്മൾ പ്രേക്ഷകരിലേക്ക് സിനിമ അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും എങ്ങനെയാണ് ഇനി സിനിമ മുന്നോട്ട് പോകുന്നത്, അത്തരം ചർച്ചകളുണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. ഞാൻ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്, അച്ഛൻ്റെ വിലക്ക് തീരുന്നതിന് മുന്നേ കൂടെയുണ്ട്. അപ്പോൾ വളരെ നല്ല ബന്ധമാണ്, ഞങ്ങളെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, അച്ഛൻ്റെ സിനിമകളാണെങ്കിലും എൻ്റെ സിനിമകളാണെങ്കിലും. അപ്പോൾ ആ ചർച്ചകൾ നിരന്തരം, അത് സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും സംഭവിക്കുന്ന ചർച്ച. അല്ല, ഓരോ സിനിമ കഴിയുമ്പോൾ മാളികപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പം എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് മാളികപ്പുറം വിശ്വസിച്ച ഓഡിയൻസ് അടുത്ത സിനിമ കാണാൻ വരുമ്പം അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പം ഓരോ സിനിമകളും തമ്മിലുള്ള ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത്. കാരണം ഒന്ന് കറക്റ്റായിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആഗ്രഹമാണ് അങ്ങനെ നിലനിർത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ റൈറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ്. എത്രയോ പ്രഗത്ഭരായ ആളുകൾ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സ് യൂണിയൻ ഒരുപക്ഷെ നമ്മുടെ ആയിരിക്കും. അപ്പം ഒരാൾ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. ഓരോ സിനിമ, ഇപ്പോൾ അടുത്ത സിനിമ ഈ വരുന്ന 30-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോവാണ്, സുമതിയോളം, മാളികപ്പുറം ടീമിൻ്റെ. അപ്പം അടുത്ത ടെൻഷൻ അതാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഈ കിട്ടിയ പേരിൻ്റെ മുകളിലേക്ക് ഇനി അത് കൊണ്ടുപോകണം എന്നൊരു സംഭവം ടെൻഷനാണ്. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.